നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലുള്ള വിലപിടിപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പല വസ്തുക്കളും കാണാതാകുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. വിജിലൻസ് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിരുന്നു. എന്താണ് അവസ്ഥ, നാട്ടുകാർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ആളുടെ ഒരു ജീവിത രീതി എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നാട്ടുകാർക്ക് പകുതി പേർക്കും ഇയാളെ പേര് കൊണ്ട് അറിയാമെന്നല്ലാതെ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ചിലർ തരുന്ന ഒരു സൂചനയുണ്ട്. അവിടെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ വീട് വെച്ച് നൽകുന്ന ഒരാളാണ് ഈ പറയുന്ന അയ്യപ്പന്റെ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ കട്ടോണ്ട് പോകുന്ന ആള് എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ, ഇപ്പോൾ ശബരിമലയായിട്ട് പോകുന്ന വിവാദത്തിൽ? നമ്മള് മീശമാധവൻ സിനിമയുണ്ടല്ലോ, മീശമാധവൻ സിനിമയിൽ ദിലീപ് ഇത് കൂട്ടാണ്. എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്നു, പക്ഷെ ആരെയിലൊക്കെ ഒന്ന് സഹായിക്കുന്നു. മാധവൻ കട്ട ഒന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടതെല്ലാം കേരളത്തിന് പുറത്തേക്കും അവിടുന്ന് ഇന്ത്യക്ക് വെളിയിലേക്കും പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നെ ഈ അയ്യപ്പന്റെ മുതൽ കട്ടിട്ടല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട. അതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് പലരുടെയും ഇപ്പോഴത്തെ ഈ നന്മമരമാകുന്ന എല്ലാവരുടെയും ഒരു പൊതു രീതിയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, അവർക്ക് വീട് വെച്ച് കൊടുക്കുക. പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഈ കട്ട മുതലും കൊണ്ട് ഒരു സഹായം ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അയാൾക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പല രീതിയിൽ അയാൾ അയ്യപ്പന്റെ സമ്പത്തുകൾ, കാണിക്കയായി കിട്ടിയ വസ്തുക്കൾ എല്ലാം കൊണ്ടു നടന്ന് കാഴ്ചവെച്ചു. അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ദേവസ്വം വിജിലൻസിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ശബരിമല അയ്യപ്പന്റെ സമ്പത്ത് എടുത്തു വെച്ചാണോ ഈ വീട് വെച്ച് കൊടുത്തത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ നന്മമരം കളിക്കുന്നവരെല്ലാം ഇതൊരു മറയാക്കുകയാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു വിഭാഗം ഉണ്ടാകും. അയ്യോ, അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിച്ചല്ലോ എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് അത് വഴിമാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീരപ്പനെയും ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിനെ ആരാധിക്കുകയും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു അമ്പലം കെട്ടിക്കൊടുക്കുകയും വേണം. കാരണം അദ്ദേഹം പലരുടെയും കൊള്ള മുതൽ, അതായത് വീരപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ കളവ് നടത്തിയത് ആരൊക്കെയാണ് എന്ന് നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ വീരപ്പനെയും നമ്മൾക്ക് വാഴ്ത്തപ്പെട്ടവനാകാം. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അതായത് വെറും 10ാം ക്ലാസ് യോഗ്യത. ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് വലിയൊരു വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന്. പക്ഷെ വെറും 55 വയസ്സെങ്ങാണ്ടോ ഈ പറയുന്ന പുള്ളിക്കുള്ളൂ. അതായത് 55 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് 10ാം തരം വരെ പഠിച്ചിട്ടുള്ള ഒരാളുടെ തലയിൽ ഉദിക്കുന്ന ഒരു ബുദ്ധിയായിട്ട് ഇത് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അല്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ക്ഷേത്രമല്ല. അവിടെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, ദേവസ്വം ബോർഡിന് ആ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കയറി അയ്യപ്പന്റെ സ്വർണപാളിയും അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പവും ഒക്കെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാര വിഷയമല്ല. അപ്പോൾ അത്രത്തോളം ബന്ധം അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇയാളെ മുന്നിൽ നിർത്തി കളിച്ച മറ്റാരൊക്കെയോ പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതൊരു പോറ്റിയാണല്ലോ, ആരും സംശയിക്കാൻ പോകുന്നില്ല, കണ്ടാലും ഒരു സാധുവായിട്ടൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ആ ഒരു മുഖംമൂടി ഇയാൾ അയ്യപ്പനെ കച്ചവടമാക്കാൻ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അയാൾക്ക് പോലീസ് ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ഇയാൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമല നമുക്കറിയാം. ശബരിമലയിൽ ഈ കൊള്ളയൊക്കെ എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളൊരു ചോദ്യമാണ് വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്നത്. അവിടെ കൊള്ള നടത്താൻ ഏറ്റവും എളുപ്പമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല എന്നും തുറക്കുന്ന ഒരു ക്ഷേത്രമല്ല. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് തുറക്കും, സജീവമായി തുറന്ന് പ്രവർത്തിക്കും. പിന്നീട് എല്ലാ മലയാള മാസം 1-ാം തീയതിയാണ് ക്ഷേത്രം തുറക്കുന്നത്, നട തുറക്കുന്നത്. അതിനുശേഷമുള്ള കാലയളവ് എന്ന് പറയുന്നത് അത് പൂർണ്ണമായും അടച്ചിട്ട് പിന്നീട് ദേവസ്വം ബോർഡും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് അവിടുത്തെ കാര്യകാരണങ്ങളൊക്കെ പരിശോധിക്കുകയും അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈസിയല്ലേ? ശബരിമല വാർത്തകളിൽ നിറയുന്നത് എപ്പോഴാണ്? മണ്ഡല മകരവിളക്ക് കാലത്തും അതുപോലെ തന്നെ 1-ാം തീയതികളിലും. അത് കഴിഞ്ഞാൽ ശബരിമലയെക്കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ വരാറുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ മാത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ കൊള്ള നടത്താൻ ഏറ്റവും എളുപ്പമാണ്. ഇത് മാത്രമല്ല,
ശബരിമലയിലേക്ക് എന്തൊക്കെ അയ്യപ്പന് കാണിക്കയായി കിട്ടിയിട്ടുണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല. കോടതി ചോദിക്കുമ്പോഴും നിന്ന് ബബബ അടിക്കുകയാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ. അപ്പോൾ അവിടെ നിന്ന് എന്തെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണക്കില്ല. എവിടെ നിന്നെടുത്ത് കാണിക്കാനാണ്? എന്താണ് പോയത് എന്ന് എങ്ങനെ കണ്ടെത്തും? ദേവസ്വം ബോർഡിന് പോലും കണക്കില്ല. എല്ലാം ചാക്കിൽ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവിടുത്തെ ഒരു നാഗത്തകിടും അതുപോലെ തന്നെ ശബരിമലയിലെ വെള്ളിക്കുതിരയും പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം വരുന്നു. അതായത് വെള്ളിക്കുതിര പണ്ടുണ്ടായിരുന്നതല്ല ഇപ്പോഴുള്ളത് എന്നുള്ള ഒരു ആരോപണമാണ് വരുന്നത്. അതായത് ഇപ്പോഴാണ് അത് സ്വർണം പൂശിയത്. മുൻപ് ഇപ്പോൾ സ്വർണം പൂശിയ വെള്ളിക്കുതിര അവിടെ സ്ഥാപിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വെള്ളിക്കുതിര എവിടെ? അതും ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഈ നമ്മളെപ്പോഴും പറയുന്നത് പുലിവാഹനൻ അയ്യപ്പൻ എന്നാണ് പറയാറ്. അങ്ങനെ ഒരു വിശ്വാസമാണ് പൊതുവേ നമുക്കുള്ളത്. കാരണം പുലിപ്പാല് തേടി പോയത് കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. പക്ഷേ ഈ തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ശബരിമല അയ്യപ്പന്റെ വാഹനം കുതിരയാണെന്നാണ്. അതുകൊണ്ടാണ് ആ കൊടിമരത്തിൽ ആ കുതിര വന്നിരിക്കുന്നത്. വാജിവാഹനൻ അയ്യപ്പൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളിക്കുതിര എവിടെ? പണ്ട് വിജയമല്യാണ് അവിടെ സ്വർണം പൂശുന്നത്. പിന്നീട് അങ്ങനെയാണെങ്കിൽ ആദ്യം അവിടെ ഉണ്ടായിരുന്ന നാഗത്തകിട് എവിടെ? ഇതൊക്കെയാണ് ചോദ്യമായി വരുന്നത്. പല രീതിയിലാണ് അവിടെ കൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു വിഷയം പുറത്തേക്ക് വരുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതിനെ കാര്യമായി ഗൗരവത്തിലെടുക്കുന്നില്ല. ഗൗരവത്തിലെടുക്കാത്തതല്ല, മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അടക്കം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? വിശ്വാസം സംരക്ഷിക്കും. അങ്ങനെയുള്ള ഒരാള് ഇതുവരെ ഒരു അക്ഷരം പോലും ഈ ഒരു വിഷയത്തില്, നമുക്കറിയാം വിജയ് മല്യ എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപ പറ്റിച്ച് കടമെടുത്തിട്ട് നാട് വിട്ട്, അതായത് ഇന്ത്യ അടക്കം വിട്ടുപോയ ആളാണ്. അയാൾ എവിടെയെന്ന് പോലും ഇപ്പൊ അറിയില്ല. അങ്ങനെയുള്ള ഒരാളുടെ പേരടക്കം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം 1999 ഈ പറയുന്ന തകിട് ആദ്യമായിട്ട് സ്വർണം പൂശുന്നത്. അതിനുശേഷം സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ട തകിട് ദേവസ്വം ബോർഡ് അധികൃതർ കൊടുത്തുവിട്ടു എന്ന് പറയുന്നു. പക്ഷെ ഇത് ഏൽപ്പിക്കുക, സ്വർണം പൂശാനുള്ള കമ്പനിയിലേക്ക് ഈ തകിട് എത്തിയിട്ടില്ല. അവര് സ്വർണ്ണപ്പാളി എത്തിയിട്ടില്ല. അവര് പറയുന്നത് ഇതൊരിക്കലും സ്വർണം പൂശാത്ത ഒരു തകിടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും ശബരിമലയിൽ നിന്ന് എടുത്ത, അതായത് സ്വർണം പൂഷണം എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ള തകിട് എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ശബരിമലയിലുള്ള സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് ശബരിമലയിൽ തന്നെ ഉണ്ടായിരുന്നതാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ പറയുന്നത് പോലെ ഇയാളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ പോറ്റി ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ അയ്യപ്പന്റെ മുന്നിലുള്ള സ്വർണ്ണപ്പാളിയാണ് എന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിട്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ കണ്ടതാണ്. ജയറാം ഒക്കെ അത് വീട്ടിലേക്ക് എത്തിച്ച് വഴിപാട് നടത്തി എന്നുള്ളതൊക്കെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമല്ലേ? അയ്യപ്പന്റെ മുൻപിൽ VIP എന്നോ VVIP എന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഭക്തരാണ്. പക്ഷേ സമ്പന്നരായ കുറെ ഭക്തന്മാരുടെ വീട്ടിലേക്ക് അങ്ങ് അയ്യപ്പനെ കൊണ്ടുചെല്ലുകയാണ്. അയ്യപ്പന്റെ സാധനങ്ങൾ, ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി അങ്ങ് വഴിപാട് നടത്തുകയാണ്. ജയറാം ഇന്ന് പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ജയറാം അങ്ങോട്ടല്ല ചെന്നത്, ആദ്യം ഇങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, സാറ് വരുന്നുണ്ടോ എന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്. ജയറാമിന്റെ അടുത്ത് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്. അതായത് പണമുള്ളവരുടെ അടുത്ത് ദൈവത്തെ എത്തിക്കാനുള്ള ഒരു ബിസിനസ്സുകാർ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, അതിപ്പോ എല്ലാ ക്ഷേത്രങ്ങളിലും ബിസിനസ് ആണല്ലോ നടത്തുന്നത്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഗുരുവായൂരെല്ലാം ക്യൂ സെപ്പറേറ്റ് ആണ്. VVIPമാർക്ക് കാശ് കൊടുത്തിട്ട് പ്രത്യേക ദർശനമാണ്. കൃഷ്ണന്റെയും അയ്യപ്പന്റെയും ഒക്കെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. സാധാരണക്കാരൻ അപ്പോഴും ഒരടി അകലം മാറി നിൽക്കുകയാണ് അയ്യപ്പന്റെയും ഈ പറയുന്ന ദൈവങ്ങളുടെയും ഒക്കെ അടുത്ത് നിന്ന്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ പറയുന്ന സമ്പന്നന്മാരോടൊപ്പമാണോ ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ശബരിമലയിലെത്തി അയ്യപ്പനെ കണ്ടു തൊഴുന്ന സാധാരണക്കാരായ ഭക്തർക്കൊപ്പമാണോ ദൈവം ഉണ്ടാകുക എന്നുള്ളത്? നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഈ സാധാരണക്കാർക്കൊപ്പം ആയിരിക്കണമല്ലോ ദൈവം ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗം. സാധാരണക്കാരന് എന്ന് പറയുന്നത് മാറ്റി നിർത്തുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിലും പൊതുവെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുകയാണെങ്കിലൊക്കെ വിശ്വാസമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ സംഭവം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും യഥാർത്ഥ വിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. ആരാണോ അവരുടെ വിശ്വാസം എന്താണോ അതിനെ മാത്രം കൂടെ നിർത്താൻ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വിശ്വാസികൾ ഒരു തരത്തിലും
ഹനിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതൊരു വലിയൊരു വിഭാഗത്തിനെ ശരിക്കും ഇപ്പോൾ ഇന്ന് ഞാനൊരു ഔട്ട്ഡോർ പോയ സമയത്ത് അത് അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വാർത്ത എടുക്കാൻ പോയ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നത്, ഇതുപോലെ വീട്ടിൽ കൊണ്ടുവരാൻ ആളുകൾ ഉണ്ടല്ലോ എന്ന്. അതായത് ഒരു വിശ്വാസത്തിന്റെ ഒരു തകർച്ച പലരുടെയും ഉള്ളില്. ഇപ്പൊ ഞാൻ പോയി കാണുന്നത് യഥാർത്ഥ അയ്യപ്പ വിഗ്രഹം തന്നെയാണോ എന്നുള്ളത് അതിനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇരിക്കുന്നത് അയ്യപ്പൻ തന്നെയാണോ എന്നുള്ളത് ഇനി പരിശോധിച്ചാലേ അറിയുകയുള്ളൂ. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തില് നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു മനോനില കണ്ടിട്ട്, അതായത് ഏതാണ്ട് ക്ഷേത്രത്തിലെ മറ്റേ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച ഒരു ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ശബരിമലയിലാണ് ഈ കൊള്ളയും അതിക്രമവും കവർച്ചയും നടന്നിരിക്കുന്നത്. എന്നിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുമെന്നാണ്. എവിടെയാണ് വിശ്വാസം സംരക്ഷിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുന്നത് ആരുടെയൊക്കെ ഉദ്യോഗസ്ഥരാണ്, പിൻവാതിൽ നിയമനം വഴി കയറിയിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ദേവസ്വം ബോർഡ് അറിയാതെ അവിടുത്തെ എന്തെങ്കിലും ഒരു സാധനം, ഒരു തുരുമ്പ് പുറത്തു പോകില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത്രത്തോളം വലിയ കൊള്ള നടന്നിട്ടും ദേവസ്വം പ്രസിഡന്റ് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തെറ്റായി പോയി. പക്ഷെ ആ ഒരു കുറ്റബോധം വന്നതും എപ്പോഴാണെന്ന് നോക്കണം. ഈ വിഷയം നടന്നിട്ട് ഇന്നലെ അല്ല, ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം. എന്തിനേറെ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പോലും ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം പലർക്കും മനസ്സിലാവുന്നില്ല. ഇത് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന, തെളിയിക്കപ്പെടേണ്ടുന്ന പല കാര്യങ്ങളും ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. ഇവിടെ സംബന്ധിച്ച് ശബരിമലയെ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ ഫലകം മാത്രമല്ല, അല്ലാതെയും ഒരുപാട് തട്ടിപ്പുകൾ. ശബരിമലയുടെ അല്ലെങ്കിൽ അയ്യപ്പന്റെ മെയിൻ ഞാനാണ് എന്ന് ഇയാൾ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് മലയാളികളെയല്ല, മലയാളികൾക്ക് അപ്പുറത്തേക്ക് പുറത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകളെയാണ് ഇയാൾ പ്രധാനമായിട്ടും വലയിലാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ഈ ശബരിമലയുടെ തന്നെ ചരിത്രത്തിൽ ഒരു വലിയൊരു നേർച്ച ഉണ്ടായിരുന്നു. അതായത് 18,000-ഓളം നെയ്യ് നിറച്ച തേങ്ങകൾ എത്തിക്കുക. അതും ഒരു വിശ്വാസി 18,000 നെയ്യ് നിറച്ച തേങ്ങ എന്ന് പറയുമ്പോൾ അന്ന് കണക്ക് പ്രകാരം ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് 18 ലക്ഷം രൂപയുടെ വഴിപാട് ആഗ്രഹം സഫലീകരിച്ചു എന്നതിന്റെ പേരിൽ ഒരു വ്യക്തി ശബരിമലയ്ക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ അന്ന് വലിയ രീതിയിൽ പ്രാധാന്യം നേടിയതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ വിഷയവും ഈ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് ഈ പറയുന്നത് പോലെ എത്തിയിട്ടുള്ള 18,000-ലധികം തേങ്ങകൾ എന്ന് പറയുന്നത് അത് പലരിൽ നിന്നും പല രീതിയിൽ പിരിച്ചതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ 18 ലക്ഷം എന്നാണ് കണക്ക് പറഞ്ഞതെങ്കിൽ 18 കോടി പിരിച്ചിട്ടുണ്ടാവുന്നാണ് തോന്നുന്നത്. ഇപ്പം ഈ 18,000-ലധികം എന്ന് പറയുമ്പോൾ പലരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ആർക്കും അറിയില്ല ഇത്ര രൂപ ഞാൻ കൊടുത്തു എന്ന്. ഒരാളാണ് എങ്കിൽ ആ വാർത്ത കാണുമ്പോൾ അറിയാം, ഞാൻ കൊടുത്ത 18 ലക്ഷത്തിന്റെ കണക്ക് വന്നു എന്ന് പറയാം. പക്ഷെ ഇത് പല വ്യക്തികളിൽ നിന്നാകുമ്പോൾ എത്ര രൂപ വന്നെന്നോ എത്ര രൂപ പോയെന്നോ അറിയില്ല. അങ്ങനെയാണ് ഈ വിശ്വാസത്തെ ഇയാൾ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഇയാള് സ്വയമാണ് അവിടെ ഒരു എന്താണ് കാണാണ്ടായെന്ന് പറഞ്ഞത്, സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും. അയാൾ തന്നെ ശബരിമലയിൽ ഒരു ചില വസ്തുക്കൾ കാണാതായി എന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് ഇപ്പൊ തോന്നുന്നു. കാരണം അയാൾ നടത്തിയിട്ടുള്ള കളങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നത് ആ ഒരു ഒറ്റപ്പറച്ചിലിന്റെ ബാക്കിയാണല്ലോ. ഇതിന്റെ ഒരു ഈ 10ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. അതാണ് നമ്മൾ പറയുന്നത് ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. കാരണം ഈ അയ്യപ്പനെ വെച്ച് കച്ചവടം നടത്തിയിരിക്കുന്നത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന ഇവിടങ്ങളിലൊക്കെയാണ്. കേരളത്തിലെ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ആൾക്കാർ അതിനുവേണ്ടി പണം മുടക്കും. പക്ഷേ മലയാളികൾ ഭയങ്കര പ്രബുദ്ധരായതുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ നക്ഷത്ര ആമ, വെള്ളിമൂങ്ങ ഇതിനൊക്കെ കാശ് മുടക്കത്തുള്ളൂ. ഇമാതിരി തട്ടിപ്പിനൊക്കെ ഇവർ കാശ് കൊടുക്കത്തുള്ളൂ. മലയാളികളല്ലാതെ ഈ അയ്യപ്പന്റെ മറ്റേ സ്വർണ്ണപ്പാളി കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ തമിഴന്മാരും തെലുങ്കര്, ആന്ധ്ര, കർണാടക അങ്ങനെയല്ല. അവർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കിടക്കുന്ന ആളുകൾ, വിശ്വാസത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യവസായികളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ എടുക്കലാണ് ഈ പറയുന്ന അയ്യപ്പന്റെ നടയിലുള്ള ആഭരണങ്ങൾ, വസ്തുക്കളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇവിടെ വെച്ച് വഴിപാട് നടത്താമെന്ന് പറയുമ്പോൾ ആരായാലും വീണുപോകും. അപ്പോൾ അത് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാക്കി എന്നുള്ളതാണ്. ഇതിൽ ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ ഇയാൾക്കെതിരെ കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലല്ലോ അതിനുള്ളിലുള്ളത്, അന്വേഷണം ഉണ്ടാവില്ല. അതാണ് കാരണം അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള ആരൊക്കെയാണോ അവരൊക്കെ പെട്ടുപോകും. അതുകൊണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടപടലം പൂട്ടുന്നിടത്ത് ഈ കാര്യങ്ങൾ അവസാനിക്കും. എല്ലാത്തിനും പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് എന്ന് വരുത്തി തീർക്കും.
കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.